നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തി ദുആ ചെയ്യുക എന്ന് എത്രയോ ഇമാമുമാർ രേഖപ്പെടുത്തിയിട്ടില്ലേ? ബഹുമാനാദരവുകൾ പ്രകടിപ്പിച്ചാൽ അത് ശിർക്കാണെന്നാണ്. പാവപ്പെട്ട ജനങ്ങളെ ഖുർആൻ ഓതി വഞ്ചിക്കാനുള്ള ഇത്തരം കുടിലമായ കുതന്ത്രങ്ങളെ പിടിച്ചുകെട്ടുക തന്നെ ചെയ്യും. وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട അവാന്തര വിഭാഗമാണ് ഖവാരിജുകൾ. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇവരെ കണ്ടത് യറാഹും ശിറാറ ഖൽഖില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് ഖവാരിജുകൾ. എന്താ കാരണം? അവർ ഇൻതലഖു ഇലാ ആയാത്തിൻ നസലത്ത് അലൽ കുഫാരി ഫജഅലുഹാ അലൽ മുഅ്മിനീൻ, കാഫിരീങ്ങളുടെ മേൽ അവതീർണമായ ആയത്തുകളെ അത് മുഅ്മിനീങ്ങളുടെ മേൽ വെച്ച് കെട്ടുന്നവരായിരുന്നു ഇവർ. അതിൻ്റെ തനി പകർപ്പാണ് കേരളീയ വഹാബികൾ. മക്ക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മക്കത്തെ കാഫിരീങ്ങളുടെ വിശ്വാസ വൈകല്യങ്ങളെ പഠിപ്പിച്ച വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകളെ മുഅ്മിനീങ്ങളുടെ മേൽ വെച്ച് കെട്ടി അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ഹീനമായ പ്രവർത്തനങ്ങളാണ് വഹാബികൾ അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രകടമായ അല്ലെങ്കിൽ ഏറ്റവും അവസാനം വന്ന ഒരു ഉദാഹരണമാണ് വഹാബി പണ്ഡിത സഭയുടെ അഥവാ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി കൂടിയായ ജനാബ് കായക്കൊടി മൗലവി, ഹനീഫ് കായക്കൊടി മൗലവിയുടെ ഒരു പ്രഭാഷണം. ഒരു സുഹൃത്ത് അതിൻ്റെ ഒരു ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു. അത് തീർത്തും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇവിടെയുള്ള മുഅ്മിനീങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇൻഷാ അല്ലാഹ് അതിന് അദ്ദേഹം ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണകൾ അദ്ദേഹം നടത്തുന്നത്. റാസി ഇമാമിൻ്റെ തഫ്സീറിൽ 9-ാം വോള്യത്തിലെ ഒരു ഇബാറത്താണ് അദ്ദേഹം പറയുന്നത്. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്. ഏതാണ് ആയത്ത്? وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَضُرُّهُمْ وَلَا يَنفَعُهُمْ وَيَقُولُونَ هَؤُلَاءِ شُفَعَاؤُنَا عِندَ اللَّهِ قُلْ أَتُنَبِّئُونَ اللَّهَ بِمَا لَا يَعْلَمُ فِي السَّمَاوَاتِ وَلَا فِي الْأَرْضِ سُبْحَانَهُ وَتَعَالَى عَمَّا يُشْرِكُونَ. ഈ ആയത്ത് ഓതിയിട്ടാണ് അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്താണ്? മക്കത്തെ കാഫിരീങ്ങളുടെ വിശ്വാസ വൈകല്യങ്ങൾ അഥവാ മക്ക കാഫിരീങ്ങൾ പറഞ്ഞിരുന്ന ഒരു ശഫാഅത്ത് ഉണ്ട്. ആ ശഫാഅത്തിനെയാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. ആദ്യം ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്ക് ഗുണമോ ദോഷമോ ചെയ്യാത്ത, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ബിംബങ്ങളെ അല്ലെങ്കിൽ ആരാധ്യ വസ്തുക്കളെ അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നു. മാത്രമല്ല വയഖൂലൂന, അവർ പറയുകയും ചെയ്യുന്നു, ഹൗലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്, അവരുടെ ഈ ആരാധ്യ വസ്തുക്കൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, ഖുൽ, നബിയെ അങ്ങ് പറയുക, അത്തുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർള്, ആകാശഭൂമികളിൽ അള്ളാഹുവിനറിയാത്തത് നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണോ? സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അള്ളാഹു ഇത്തരം ശിർക്കുകളെ തൊട്ട് ഈ ശരീക്കുകളെ തൊട്ട് പരിശുദ്ധനാണ് എന്ന് വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്ത്. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? ഇത് കാഫിരീങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു ശഫാഅത്തുണ്ട്. ആ ശഫാഅത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സമ്മതമില്ലാതെ ശഫാഅത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഇവർ ശഫാഅത്ത് ചെയ്താൽ അള്ളാഹു ആ ശഫാഅത്ത് കൊടുക്കാൻ നിർബന്ധിതനാകും, അല്ലാതെ വേറൊരു വഴി റബ്ബിന്റെ മുമ്പിൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ശഫാഅത്താണ് കാഫിരീങ്ങളുടെ വിശ്വാസം. ഇൻഷാ അല്ലാഹ് ഇബാറത്തുകൾ വരുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റാസി ഇമാമു പറയുന്നുണ്ട്, വറാബിഉഹ അന്നഹും വളഉ ഹാദിഹിൽ അസ്നാമ വൽ ഔസാന അലാ സുവരി അംബിയാഇഹിം വഅകാബിരിഹിം, അവരുടെ കാലഘട്ടത്തിലെ വലിയ പ്രമുഖരായ ആളുകളുടെയും അവരുടെ കാലഘട്ടത്തിലുള്ള നബിമാരുടെയും രൂപത്തിൽ അവർ ബിംബങ്ങൾ ഉണ്ടാക്കുകയും, വസഅമു, എന്നിട്ട് കാഫിരീങ്ങൾ വാദിച്ചു, അന്നഹും മതശ്തഗലു ബിഇബാദത്തി ഹാദിഹി തമാസീൽ, ഈ രൂപങ്ങൾക്ക് ഇബാദത്ത് ചെയ്താൽ ഫഇന്ന ഉലൈകൽ അകാബിറ യകൂനൂന ശുഫഅഅ ലഹും ഇൻദല്ലാഹി തആല, ഈ ബിംബങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും, അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. ഏത് ശഫാഅത്ത്? അള്ളാഹുവിൻ്റെ സമ്മതമില്ലാത്ത ശഫാഅത്ത്, അല്ലെങ്കിൽ
ആ ഷഫായത്തിന് അള്ളാഹു നിർബന്ധിതനാകും, വേറെ മാർഗം റബ്ബിൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ഷഫായത്ത്, ഇതാണ് കാഫിരീങ്ങളുടെ ഷഫായത്ത്. എന്നിട്ട് പറയാണ്, അതിൻ്റെ ഇടയിൽ പറയാം, മുഅ്മിനീങ്ങളുടെ ഷഫായത്ത് എങ്ങനെയാണോ? അല്ല, മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്ന ഷഫായത്ത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ സമ്മതത്തോടുകൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ അള്ളാഹുവിൻ്റെ മുമ്പിൽ നടത്തുന്ന ഷഫായത്ത്, ശുപാർശ. അതിന് നിരവധി തെളിവുകൾ വിശുദ്ധമായ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടൊക്കെ നമുക്ക് പറയാൻ കഴിയും. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിമിൽ വളരെ കൃത്യമായിട്ട് ഒരുപാട് ഹദീസുകളുണ്ട്. നവവി ഇമാം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വഖദ് അജ്മഅ അസ്സലഫു വൽ ഖലഫു, എല്ലാ പണ്ഡിതന്മാരും ഇജ്മാ ആയിട്ടുണ്ട് ആ ഷഫായത്തിന്റെ കാര്യത്തിൽ. അത് 5 രൂപത്തിലുള്ള ഷഫായത്തുണ്ട് എന്നൊക്കെ അവിടെ വിശ്വസിക്കുന്നുണ്ട്. ആ ഷഫായത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മഹാന്മാരായ ഔലിയാക്കൾ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നതാണ്. അതൊരു സ്നേഹത്തിൽ ചാലിച്ച ഷഫായത്താണ്. അള്ളാഹുവിന് അവരോടുള്ള മഹബത്ത് കൊണ്ട് അള്ളാഹു നൽകുന്ന ഷഫായത്താണ്. മക്ക കാഫിരിങ്ങൾ വിശ്വസിച്ചതുപോലെ ഇവരെങ്ങാനും ഷഫായത്ത് ചെയ്താൽ അള്ളാഹു അതിൻ്റെ മുമ്പിൽ കുടുങ്ങിപ്പോകും എന്നതല്ല. എന്നിട്ട് ഇത് വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട റാസി ഇമാം വിശദീകരിക്കുകയാണ്, വനളീറുഹു ഫി ഹാദ സമാൻ. അതുപോലെ എന്ന് പറഞ്ഞാൽ ആയത്തിൽ പറഞ്ഞ മക്ക കാഫിരിങ്ങൾ വിശ്വസിക്കുന്ന ഷഫാഅത്ത് പോലെ ഇക്കാലഘട്ടത്തിലും ചിലരുണ്ട്. അതാണ് വനളീറുഹു, അതുപോലെ ഉണ്ട് ഫി ഹാദ സമാൻ, ഈ കാലഘട്ടത്തിൽ. ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബിതഅളീമി ഖുബൂരിൽ അകാബിരി, വലിയവരുടെ ഖബറുകളെ ബഹുമാനിക്കുന്ന ആളുകൾ. അല ഇഅ്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും, എന്താണ് അവരുടെ വിശ്വാസം? ഈ ഖബറുകളെ ബഹുമാനിച്ചാൽ ഫഇന്നഹും യകൂനൂന ശുഫആഅ ലഹും ഇൻദല്ലാഹ്, ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ ഇവർക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യും എന്നാണ് വിശ്വാസം. എന്ത് ഷഫായത്ത്? അള്ളാഹുവിൻ്റെ സമ്മതമില്ലാത്ത ഷഫായത്ത്, അല്ലെങ്കിൽ അള്ളാഹുവിനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഷഫായത്ത്, അങ്ങനെ ചെയ്യും എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്. അതല്ലാതെ മുഅ്മിനീങ്ങളെ ഷഫായത്തല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അതെങ്ങനെ മനസ്സിലാകാം? ഈ ആയത്തിൽ പറഞ്ഞത് കാഫിരീങ്ങളുടെ ഷഫായത്ത് അള്ളാഹുവിൻ്റെ സമ്മതം ഇല്ലാത്ത ഷഫായത്താണ് എന്നെങ്ങനെയാണ് മനസ്സിലാകുന്നത്? അത് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ തഫ്സീറിൽ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ തഫ്സീറിൽ 4-ാം വോള്യത്തിൽ ആയത്തുൽ കുർസി വിശദീകരിക്കുന്നിടത്ത് കാണാം. ആയത്തുൽ കുർസിയിൽ ഉണ്ടല്ലോ, നമുക്കൊക്കെ പരിചിതമായതാണ്, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ സമ്മതം കൂടാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഷഫായത്ത് ചെയ്യുന്നവർ ആരുണ്ട്? ചോദ്യമാണ്. ആ ചോദ്യം എന്താ? ആരുണ്ട് എന്ന് ചോദിച്ചാൽ ആരും തന്നെ ഇല്ല. അള്ളാഹുവിൻ്റെ ഇതിനു കൂടാതെ ഒരാൾക്കും ഷഫായത്ത് ചെയ്യാൻ കഴിയൂല. കാഫിരീങ്ങൾ വിശ്വസിക്കുന്ന ഷഫായത്തോ അള്ളാഹുവിൻ്റെ ഇതിനു കൂടാതെയുള്ള ഷഫായത്താണ്. അത് വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റാസി ഇമാം പറയുന്നുണ്ട്. റാസി ഇമാമിൻ്റെ ഒരു കിതാബിലെ ഒരു ഇബാറത്തിൻ്റെ ഒരു പൊട്ടെടുത്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കായക്കൊടി മൗലവിയുടെ കുതന്ത്രങ്ങളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നോക്കുക, എന്താ പറയുന്നത്? മൻദല്ലദി, അത് ഇസ്തിഫ്ഹാമാണ്. ആരുണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നു ഇൻകാറുൻ, അൽ ഇൻകാറു മഅനാഹു അൽ ഇൻകാറു വൻ നഫിയു. ആ ഇസ്തിഫ്ഹാം കൊണ്ടുള്ള ഉദ്ദേശം ഇൻകാറും നഫിയുമാണ്, അഥവാ ആരും തന്നെ ഇല്ല. ഐ അഥവാ ലാ യശ്ഫഉ ഇൻദഹു അഹദുൻ ഇല്ലാ ബിഅംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പന കൂടാതെ സമ്മതം കൂടാതെ ഒരാളും തന്നെ ഷഫാഅത്ത് ചെയ്യൂല. വദാലിക അന്നൽ മുശ്രിക്കീന കാനൂ യസ്ഉമൂന അന്നൽ അസ്നാമ തശ്ഫഉ ലഹും, കാഫിരീങ്ങൾ വിശ്വസിച്ചിരുന്നു എന്ത്? ബിംബങ്ങൾ അവർക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യും. എങ്ങനത്തെ ഷഫായത്ത്? പറഞ്ഞത് മറക്കാൻ പാടില്ല, അള്ളാഹിന്റെ ഇതിനില്ലാത്ത ഷഫായത്ത്. വഖദ് അഖ്ബറല്ലാഹു തആല അൻഹും ബിഅന്നഹും യഖൂലൂന മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ അവരുടെ വിശ്വാസത്തെ പറയുന്നുണ്ട്, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്ന് പറയുന്നു. പിന്നെ രണ്ടാമതൊരു ഖൗല് പറയുന്നു, ഖുർആനിൽ തന്നെ പറയുന്നു, ഹാ ഉലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്, മക്ക കാഫിരീങ്ങൾ അവർ ആരാധിക്കുന്ന ബിംബങ്ങളെ മുൻനിർത്തിയിട്ട് ഇത് റബ്ബിന്റെ മുമ്പിൽ ഞങ്ങളെ ഷഫീഉകളാണ്, ഞങ്ങൾക്ക് ഷഫായത്ത് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞു. എങ്ങനത്തെ ഷഫായത്ത്? അള്ളാഹുവിൻ്റെ ഇതിനില്ലാത്ത ഷഫായത്ത്, അള്ളാഹുവിനെ നിർബന്ധിപ്പിച്ച് ചെയ്യുന്ന ഷഫായത്ത്. അങ്ങനെ ഒരാളെ കൊണ്ടും ചെയ്യാൻ കഴിയൂല എന്നതിനെ അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്. അപ്പോൾ കായക്കൊടി മൗലവി ഓതിയ സൂറത്തു യൂനുസിലെ 18-ാമത്തെ ആയത്തും ആ ആയത്തിന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു കൊടുത്ത തഫ്സീറും മുഅ്മിനീങ്ങളെ കുറിച്ചല്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വീണ്ടും നമ്മൾ തെളിവുകളെ കൊണ്ട് സ്ഥാപിക്കുന്നുണ്ട്, നമുക്കത് മനസ്സിലാക്കാം.
അവിടെ മുഅ്മിനീങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. മുഅ്മിനീങ്ങളെ ശഫാഅത്തിനെ അവിടെ ആക്ഷേപിക്കുകയും ചെയ്തിട്ടില്ല. മുഅ്മിനീങ്ങളെ ശഫാഅത്തിന്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട റാസി ഇമാം അതിനെ പുകഴ്ത്തി പറഞ്ഞതും അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചു പറഞ്ഞതുമൊക്കെ അടുത്ത് നമുക്ക് പറയാനിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇനി ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിലെ 14ാമത്തെ വോള്യത്തിൽ റാസി ഇമാം ഇതിനെ ഒന്നുകൂടി വിശദമായി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതെന്താ? ഇന്നൽ ഖൗമ ഫഖാലു ഇന്നൽ ഖൗമ കാനു യഖൂലൂന ഫിൽ അസ്നാമി, അവരുടെ ബിംബങ്ങളിൽ ആ മക്ക കാഫിരീങ്ങൾ പറഞ്ഞിരുന്നു, ഇന്നഹാ ശുഫഅഉനാ ഇൻദല്ലാഹ്, ഇവകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യും. നേരത്തെ പറഞ്ഞത് മറക്കാൻ പാടില്ല. ശഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഇതിനില്ലാത്ത ശഫാഅത്ത്, അള്ളാഹുവിനെ നിർബന്ധിപ്പിച്ചു ചെയ്യുന്ന ശഫാഅത്ത്. അതിവിടെ ഒന്നുകൂടിയും വളരെ വ്യക്തമായിട്ട് തന്നെ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വകാനു യഖൂലൂന, അവർ പറയുമായിരുന്നു, ഇന്നഹാ തശ്ഫഉ ലനാ ഇൻദല്ലാഹ്, ഈ ബിംബങ്ങൾ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ശഫാഅത്ത് ചെയ്യും. നോക്കുക, മിൻ ഗൈരി ഹാജത്തിൻ ഫീഹി ഇലാ ഇദിനില്ലാ, അള്ളാഹുവിന്റെ ഇതിനൊന്നും അവർക്ക് ആവശ്യമില്ല, അള്ളാഹിന്റെ സമ്മതമൊന്നും അവർക്ക് ആവശ്യമില്ല, അങ്ങനെ ശഫാഅത്ത് ചെയ്യും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ ഗണ്ണിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൽ തന്നെ പറഞ്ഞത്. വലിഹാദ സബബി, ഇക്കാരണം കൊണ്ട് റദ്ദല്ലാഹു തആല അലൈഹിം ദാലിക ബിഖൗലിഹി മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹിന്റെ ഇതിന് കൂടാതെ ആർക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ശഫാഅത്ത് ചെയ്യാൻ പറ്റും, അഥവാ ആർക്കും തന്നെ പറ്റുകയില്ല എന്ന് അള്ളാഹു ഇവരെ റദ്ദ് ചെയ്ത് ഖണ്ഡിച്ചുകൊണ്ടാണ് ആയത്തുൽ കുർസിയിൽ പറയുന്നത്. മാത്രമല്ല ഇവിടെ പറയണം ഫഹാദാ യദുല്ലു, ഇത് മനസ്സിലാക്കി തരുന്നു. റാസി ഇമാം വിശദീകരിക്കണം. നോക്കുക, അന്നൽ ഖൗമ ഇഅ്തഖദു അന്നഹു യജിബു അലല്ലാഹി ഇജാബത്തുൽ അസ്നാമി ഫീ തിൽക ശഫാഅ, ആ ശഫാഅത്തിൽ ബിംബങ്ങളുടെ ശഫാഅത്ത്, ഇവരുടെ ആരാധ്യ വസ്തുക്കളുടെ ശഫാഅത്ത് സ്വീകരിക്കൽ അള്ളാഹുവിന് നിർബന്ധമാണ്. യജിബു അലല്ലാഹി ഇജാബത്തുൽ അസ്നാം, അങ്ങനെ ഒരു ശഫാഅത്ത് ഉണ്ടോ? മഹാന്മാരെ ശഫായത്ത് അങ്ങനെയല്ല. മഹാന്മാരെ ശഫായത്ത് അള്ളാഹുവിന് അവരോടുള്ള മഹബ്ബത്ത് കൊണ്ട് അവരുടെ ശഫായത്ത് അള്ളാഹു സ്വീകരിക്കുകയാണ്. ഇത് അള്ളാഹുവിനെ നിർബന്ധിപ്പിക്കുകയാണ്. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ഒരു ഉദാഹരണം പറയാം. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഒരു ആവശ്യം സമർപ്പിച്ചു. മുഖ്യമന്ത്രി അതിന് വഴങ്ങാൻ വേണ്ടിയിട്ട് ഘടകകക്ഷിയിലെ ഒരു മന്ത്രിയെ പോയി കണ്ടു. ഘടകകക്ഷിയിലെ മന്ത്രി പറഞ്ഞാൽ മുഖ്യമന്ത്രി കേൾക്കല്ലാതെ മാർഗമല്ല. കാരണം എന്താ? അയാൾ പാലം വലിച്ചാൽ, അയാൾ കൂറുമാറിയാൽ ചിലപ്പോൾ ഭരണം തന്നെ നഷ്ടപ്പെടും, ഭരിക്കുന്ന മന്ത്രിസഭ പോലും നഷ്ടപ്പെടും. അതുകൊണ്ട് കുടുങ്ങിയിട്ട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശഫാഅത്ത് സ്വീകരിക്കാൻ നിർബന്ധിതരാകും എന്നാണ് മക്കത്തെ കാഫിര്യങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നത്? അല്ല, അത് അള്ളാഹു അവർക്ക് സമ്മതം കൊടുത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹു അവർക്ക് സമ്മതം കൊടുത്തതാണ്. ഇനി മാത്രമല്ല, ഇവിടെ ബഹുമാനപ്പെട്ട റാസി ഇമാമിന്റെ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നത്, റാസി ഇമാമിന്റെ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് അയാൾ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് എന്താ? ഖബറിന്റെ മുമ്പിലേക്ക് പോയിട്ട്, ബഹുമാനപ്പെട്ട മഹാന്മാരുടെ ഔലിയാക്കളുടെ ഖബറിന്റെ മുമ്പിൽ പോയിട്ട് ബഹുമാനാദരവുകൾ പ്രകടിപ്പിച്ചാൽ അത് ശിർക്കാണെന്നാണ്. അല്ലെങ്കിൽ അതാണ് ഈ ആയത്തിൽ പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തിയത് എന്നാണ് കായക്കൊടി മൗലവി പറഞ്ഞത്. എന്നാൽ നമുക്കൊന്നുകൂടി നോക്കാം. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ മഹാന്മാരെ കുറിച്ച് പറയുന്ന ആയത്ത് സൂറത്തുൽ ബഖറയിൽ, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ആളുകൾ അവർ മരണപ്പെട്ടവരല്ല, ബൽ അഹ്യാഉൻ, അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ് എന്ന ആയത്ത്, ഈ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്തിൽ അൽ ഖൗലുൽ അവ്വലു അന്നഹും ഫിൽ വഖ്തി അഹ്യാഉൻ, അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ്. എന്നിട്ട് റാസി ഇമാമ് അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന ഖൗലിനെ റാജിഹാക്കാൻ വേണ്ടിയിട്ട് പല ന്യായങ്ങളും ഇവിടെ പറയുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, വഅലം അന്ന അക്സറൽ ഉലമാഇ അലാ തർജീഹിൽ ഖൗലിൽ അവ്വൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു ഷഹീദായ ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ് എന്നതാണ് റാജിഹായ ഖൗല്. അതിലാണ് അക്സറുൽ ഉലമാഉം ഉള്ളത്. എന്നിട്ട് അതിന് ചില ന്യായങ്ങൾ പറയുന്നു. അഹദുഹ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് വസാദിസുഹ, ആറാമത്തെ ന്യായം പറയുന്നു, അന്നന്നാസ യസൂറൂന ഖുബൂറ ശുഹദാഇ, ജനങ്ങൾ ശുഹദാക്കളുടെ ഖബറുകളെ സിയാറത്ത് ചെയ്യുന്നു. വയുഅല്ലിമൂനഹ, ശുഹദാക്കളുടെ ഖബറുകളെ ജനങ്ങൾ ബഹുമാനിക്കുന്നു. വദാലിക യദുല്ലു മിൻ ബഅദിൽ വുജൂഹി അലാ മാ ദക്കർനാഹു, അതിൽ നിന്ന് മനസ്സിലാക്കാം അവർ ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അഥവാ ഖബറിൽ
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ആളുകൾ ജീവിച്ചിരിക്കുന്നതാണ് എന്നതിൻ്റെ തെളിവ് പറയുന്നത് അവരുടെ ഖബറിൽ പോയി ജനങ്ങൾ ബഹുമാനാദരവുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഖബറിൻ്റെ അടുത്ത് പോയി മഹാന്മാരുടെ ഖബറിൻ്റെ മുമ്പിൽ പോയി തഅലീം ആദരവ് പ്രകടിപ്പിച്ചാൽ അത് കാഫിരീങ്ങൾ ചെയ്ത പണിയല്ല, അതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ആണ് ഇദ്ദേഹം നടത്തിയത്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ തഫ്സീറിൻ്റെ 16-ാമത്തെ വോള്യത്തിൽ അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്തിലെ വറഫഅനാ ലക ദിക്റക് എന്നതിനെ വിശദീകരിക്കുകയാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുക എന്താ? നബിയെ അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിരിക്കുന്നു എന്നതിനെ വിശദീകരിക്കുകയാണ്. ആ വിശദീകരിച്ചിടത്ത് ബഹുമാനപ്പെട്ടവർ പറയണം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്മരണ അള്ളാഹു ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ് ബലിൽ ഉലമാഉ വസ്സലാത്തീൻ. നിങ്ങൾ നോക്കുക, ബലിൽ ഉലമാഉ വസ്സലാത്തീനു യസിലൂന ഇലാ ഖിദ്മതിക. അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയുടെ മുമ്പിലേക്ക് എല്ലാ വലിയ വലിയ രാജാക്കന്മാരും ആലിമീങ്ങളും ഖിദ്മത്തിനായി വരുന്നു. വയുസല്ലിമൂന മിൻ വറാഇൽ ബാബി അലൈക. ആ പരിശുദ്ധമായ വാതിലിൻ്റെ പിന്നിൽ നിന്ന് അവരങ്ങയോട് സലാം പറയുന്നു. വയംസഹൂന വുജൂഹഹും ബിത്തുറാബി റൗളതിക. അങ്ങയുടെ ആ പരിശുദ്ധമായ റൗളയിലെ മണ്ണ് കൊണ്ട് അവർ മുഖം തടവുന്നു. ബറക്കത്തിനു വേണ്ടി മണ്ണുകൊണ്ടവർ മുഖം തടവുന്നു. അടുത്തതോ വയർജൂന ശഫാഅതക വയർജൂന ശഫാഅതക. അടിവരയിട്ട് കേൾക്കുക, റാസി ഇമാമാണ് പറയുന്നത്. വയർജൂന ശഫാഅതക, നബിയെ അവർ അങ്ങയുടെ ശഫാഅത്തിനെ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ റൗള ഷരീഫിലേക്ക് അവിടുത്തെ ഖബർ ഷരീഫിന്റെ മുമ്പിലേക്ക് വന്നിട്ട് വയർജൂന ശഫാഅതക, അങ്ങയുടെ ശഫാഅത്തിനെ ആഗ്രഹിക്കുന്നു. അപ്പൊ നബി തങ്ങളുടെ പരിശുദ്ധമായ ഖബറിന്റെ മുമ്പിൽ പോയി ആ ആദരവ് പ്രകടിപ്പിക്കലും അവിടുത്തെ ശഫാഅത്ത് തേടലും ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ എതിരല്ല എന്ന് മാത്രമല്ല, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് നബി തങ്ങളുടെ സ്മരണയെ അള്ളാഹു ഉയർത്തി എന്നതിന്റെ തെളിവാക്കി പറയുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട റാസി ഇമാം പറയുന്നു ഫശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അങ്ങയുടെ ഈ മഹത്വം ഇവിടെ നിലനിൽക്കും. അതാണ് വറഫഅനാ ലക ദിക്റക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു പറയുകയാണ്. അപ്പോഴും കായക്കൊടി മൗലവിയുടെ തട്ടിപ്പ് ഒന്നുകൂടി നഗ്നമായിട്ട് വെളിവാവുകയാണ്. കാരണം അദ്ദേഹം ബഹുമാനപ്പെട്ട റാസി ഇമാമ് പറഞ്ഞ ആ ഇബാറത്തിനെ മുഅ്മിനീങ്ങളായ ആളുകൾ മഹാന്മാരുടെ ഖബറിന്റെ മുമ്പിൽ ആദരവ് പ്രകടിപ്പിക്കുന്നതിനെയാണ് റാസി ഇമാമ് പറഞ്ഞത് എന്ന് വരുത്തി തീർത്തത് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അദ്ദേഹം കള്ളം പ്രചരിപ്പിച്ചതാണ്. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിനെ അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യുകയും ഖവാരിജുകളുടെ മേൽ ഇറക്കപ്പെട്ട ആയത്തിനെ കാഫിരീങ്ങളുടെ മേലിൽ ഇറക്കപ്പെട്ട ആയത്തുകളെ മുഅ്മിനീങ്ങളുടെ മേൽ കെട്ടിവെക്കുന്ന ഖവാരിജിയത്തിന്റെ തനി പകർപ്പാണ് കായക്കൊടി മൗലവി ഇവിടെ കാണിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെയോ അപ്പോ റാസി ഇമാം പറഞ്ഞല്ലോ ഇങ്ങനെ വലിയ ആളുകളുടെ ഖബറിന്റെ മുമ്പിലൊക്കെ പോയിട്ടുള്ള ഒരു വിഭാഗം ഇന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ചില ആൾക്കാരെ റാസി ഇമാം മറ്റൊരായത്തിന്റെ വിശദീകരണത്തിൽ റാസി ഇമാം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവം അല്ല. എന്താണ് പറയുന്നത് നോക്കി നോക്കുക. അന്നൽ ജുഹാല വൽ ഹശ്വിയത, ചില വിഡ്ഢികളായ ആളുകൾ ഇദാ ബാലഗൂ ഫീ തഅളീമി ശൈഖിഹിം വഖുദുവതിഹിം, അവരുടെ ശൈഖിനെ അവർ വല്ലാതെ ആദരിച്ച് ഫഖദ് യമീലു തബഉഹും ഇലൽ ഖൗലി ബിൽ ഹുലൂലി വൽ ഇത്തിഹാദ്, ഒരു അവതാരവാദത്തിലേക്ക് അവരെത്തിപ്പെടും. അവതാരവാദം എന്നാൽ അള്ളാഹുവും അവരുടെ ഷെയ്ഖും ഒന്നാണ് എന്ന വിധത്തിലുള്ള ഒരു വാദത്തിലേക്ക് അവരെത്തിപ്പെടുമെന്ന് മാത്രമല്ല വദാലിക ശൈഖു ഇദാ കാന ത്വാലിബൻ ലിദുനിയ ബഈദൻ അനിദ്ദീൻ, അവരുടെ ഷെയ്ഖ് ദുന്യാവിൻ്റെ ആളാണ്, സ്വാർത്ഥ താല്പര്യക്കാരനാണ്, ദീനിനോട് അകന്നു നിൽക്കുന്നയാളാണെങ്കിൽ ഫഖദ് യുൽഖി ഇലൈഹിം, ചിലപ്പോൾ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും, അദ്ദേഹത്തെ കാണാമെന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും അന്നൽ അമ്രക്കമായ ഖൂലൂന വയഅ്തഖിദൂൻ, സംഗതി നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ ഞാൻ ഇലാഹിൻ്റെ പടച്ചവൻ്റെ ആരാധ്യനായ അള്ളാഹുവിൻ്റെ അവതാരമാണ് എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയും. കാരണം ദുന്യാവാണ് ലക്ഷ്യം. ബഹുമാനപ്പെട്ട റാസി ഇമാം വീണ്ടും പറയുന്നു വശാഹത്തു ബഅദൽ മുസവ്വിരീന, ചില കള്ളന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, മിമ്മൻ കാന ബഈദൻ അനിദ്ദീനി, ദീനിനോട് ബന്ധമില്ലാത്ത ആളുകൾ, കാനയ ഉമുർ അത്ബാഅഹു വഅസ്ഹാബഹു ബിഅൻ യസ്ജുദൂ ലഹു, അദ്ദേഹം അവരുടെ അനുയായികളെ അവരെ പിൻപറ്റുന്നവരോട് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കും. വകാന യഖൂലു ലഹും അൻതും അബീദി, നിങ്ങളൊക്കെ നമ്മളെ അടിമകളാണ് എന്ന് പറയും. മാത്രമല്ല ഫകാന യുൽഖി ഇലൈഹിം മിൻ ഹദീസിൽ ഹുലൂലി വൽ ഇത്തിഹാദി അഷ്യാ, ചിലപ്പോൾ ഈ അവതാരവാദത്തിന്റെ പല കാര്യങ്ങളും അവരോട് പറഞ്ഞു കൊടുക്കും. വലൗ ഖലാ ബിബഅദിൽ ഹംഖാ മിൻ അത്ബാഇ,
വിഡ്ഢികളായ അനുയായികൾ മാത്രമാണ് കൂടെയുണ്ടാവുക. അപ്പോൾ ഫറുബ്ബമദ്ദഅൽ ഇലാഹിയ, ആരാധ്യനാണ് ഞാൻ എന്നുവരെ, ഇലാഹാണ് ഞാൻ എന്നുവരെ വാദിച്ചേക്കാം. അങ്ങനത്തെ ചില ആളുകളുണ്ട്, അവരെ കുറിച്ചൊക്കെ റാസിമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ മുഅ്മിനീങ്ങളുടെ ശഫാഅത്തിനെ കുറിച്ച് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ നോക്കുക, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഖബറിന്റെ മുമ്പിലേക്ക് വന്ന എത്രയോ സംഭവങ്ങൾ മഹാന്മാരായ ഇമാമുമാർ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ? ആ ഇമാമുമാരൊക്കെ ഇവിടെ ഷിർക്ക് ചെയ്തു എന്നാണോ കായക്കൊടി മൗലവി പറയുന്നത്? അല്ലെങ്കിൽ ഷിർക്ക് പ്രചരിപ്പിച്ചു എന്നാണോ കായക്കൊടി മൗലവി പറയുന്നത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഖബറിന്റെ മുമ്പിൽ വന്ന് നബി തങ്ങളോട് ഇസ്തിഗാസ നടത്തിയ സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ല അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടില്ലേ? പിന്നെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. യുർശിദു തആല, തെറ്റ് ചെയ്ത പാപികളായ ആളുകൾക്ക് അള്ളാഹു ഈ ആയത്തിലൂടെ മാർഗദർശനം നൽകുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഖബർ ഷരീഫിന്റെ മുമ്പിലേക്ക് വന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തി ദുആ ചെയ്യുക എന്ന് എത്രയോ ഇമാമുമാർ രേഖപ്പെടുത്തിയിട്ടില്ലേ? അതൊക്കെ തെറ്റാണെന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഷാമിൽ പോയി താമസിക്കുകയും സ്വപ്നത്തിൽ മുത്തുനബി വന്ന് മൽജഫ്വതു യാ ബിലാൽ, എന്താണ് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ മുമ്പിലേക്ക് വന്ന് മുഖം ആ ഖബറിലിട്ട് ഉരസുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാമുമാർ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ? ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ? ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം റളിയല്ലാഹു അൻഹു ഒക്കെ അവിടുത്തെ ഹദീസിന്റെ കിതാബുകളിൽ റാവിയായി ഉദ്ധരിച്ച മഹാനല്ലേ? റാവിയായിട്ട് പറഞ്ഞ മഹാനാണ് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ശേഷം മദീനത്തെ പള്ളിയിലെ മുദരിസ് അല്ലേ ബഹുമാനപ്പെട്ടവർ? എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഖബറിന്റെ മുമ്പിൽ വന്ന് സങ്കടം ബോധിപ്പിക്കാറുണ്ട് എന്ന് പറയുന്ന ചരിത്രങ്ങൾ സുവ്യക്തവും സുവിദിതവുമല്ലേ? അപ്പൊ ഇതിന്റെ നേരെയൊക്കെ കണ്ണടച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ ഖുർആനോദി വഞ്ചിക്കാനുള്ള ഇത്തരം കുടിലമായ കുതന്ത്രങ്ങളെ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും. ഒരിക്കലും അത് അനുവദിക്കുകയില്ല എന്നാണ് കായക്കുടി മൗലവിയോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.